ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളൊന്ന് കോഴിക്കോടേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് റുദയും നമ്മളെ മിലു ബേബിയും കോഴിക്കോടേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പൊ എത്രയായി വർഷി വന്നിട്ട്? കുറച്ചായില്ലേ? കുടിയലിന്റെ സമയത്ത് വന്നല്ലേ? വർഷിന്റെ ഇളയപ്പാന്റെ കുടിയിൽ നിന്ന് പറഞ്ഞില്ലേ നമ്മള്? ആ സമയത്ത് വന്നതാണ്. അപ്പൊ മിലുവിന് നാളെ വാക്സിനേഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ആള് പോകുന്നത്. പിന്നീട് മിലു ഇങ്ങോട്ട് വരൂല. സൂചി വെക്കാൻ പോകുന്നല്ലോ. മിലുവിന് നാളെ വാക്സിനേഷൻ ഉണ്ട്. 2.5 മാസത്തിന്റെ 3 മാസത്തിന്റെ ആയിരിക്കും അല്ലെ? അപ്പൊ 3 മാസത്തിന്റെ വാക്സിനേഷൻ നാളെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമ്മളിവിടെ അടുത്ത ആശാ വർക്കറോട് ചോദിച്ചു ഇവിടുന്ന് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റുദ ബുക്ക് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പൊ അതില്ലാണ്ട് എന്തായാലും വെക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ വാക്സിനേഷൻ അങ്ങോട്ടേക്ക് ഡിലേ ആവുന്നതിന് അവളെ ബാക്കിയുള്ള വാക്സിനേഷൻ എല്ലാം ഡിലേ ആവുമല്ലോ. അങ്ങനെ നമ്മളെ നെസു ബേബി റെഡിയായി കേട്ടാ. നെസു ബേബി ഇതാ ബട്ടർഫ്ലൈനാക്കിയെന്ന് തലയിൽ മൊത്തം. എന്താ പരിപാടി? തലയിൽ മാത്രല്ലല്ലേ, ഡ്രസ്സിലും ആക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇന്നലെ നെസുവിന് മാക്സിന്ന് വാങ്ങിച്ചിട്ടുണ്ടായ ഡ്രസ്സാണ് കേട്ടാ. അപ്പുറത്ത് എല്ലാവരും റെഡിയാകുന്നുണ്ട്. മിലൂനെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടാ വന്നിട്ടുണ്ടായത്. അപ്പൊ ഗൈസ്, ഞാൻ നമ്മളെ കിച്ചണിലേക്ക് പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ അഗാരോന്റെ റോയൽ ഇലക്ട്രിക് റൈസ് കുക്കറാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മളെ മെയിൻ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മളെ റൈസ് കുക്കർ വരുന്നത്. പിന്നെ ഇത് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ കിട്ടിയ സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മളെ സെറാമിക് ഇന്നർ കോട്ടിംഗ് ആയിട്ട് വരുന്ന ഒരു ബൗളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ്. പിന്നെ ഇതാ 2 കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മെഷറിങ് കപ്പ് കേട്ടോ. നമുക്ക് റൈസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു മാനുവലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാറണ്ടി കാർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഇയർ ആണ് ഇതിന് വാറണ്ടി വരുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാകുമ്പോൾ നമുക്കിതിങ്ങനെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റീമും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ തന്നെ ഇതിന്റെ സ്റ്റീമും കാര്യങ്ങളൊക്കെ പോയിക്കോളും. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ ഒരു ബൗൾ. അപ്പോൾ ഈ ബൗളും ഇതിലേക്ക് ഇങ്ങനെ വെക്കുക കേട്ടോ. നമ്മൾ എന്ത് കുക്ക് ചെയ്യുന്ന സമയത്തായാലും ഈ ഒരു ബൗൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വെജിറ്റബിൾസും കാര്യമൊക്കെ സ്റ്റീം ചെയ്യാൻ ഇതിൻ്റെ മുകളിലാട്ടാണ് വെക്കേണ്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൽ വൈറ്റ് റൈസ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഒരു മെഷറിംഗ് കപ്പിൽ ഫുള്ളായിട്ട് തന്നെ വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ കുറച്ച് ആ ഒരു മെഷർ ചെയ്യുന്ന കപ്പിൽ മാത്രം റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും ഗീയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെയാട്ടാ കാണിക്കുന്നത്. ഇവിടെ വൈറ്റ് റൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ -+ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ ടൈമിങ് കൂട്ടാനും കുറക്കാനുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സോട്ട് കൊടുത്തിട്ടുണ്ട്, ഓട്ട് മീൽ കൊടുത്തിട്ടുണ്ട്, ക്വിനോവ, പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ഗ്രൈൻ, ബ്രൗൺ റൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്ഷൻസ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സ്റ്റീം ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിലേ സ്റ്റാർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കീപ് വാം കേട്ടോ. നമുക്കിത് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാൻസൽ എന്നുള്ള ഒരു ഓപ്ഷനും. അപ്പോൾ നമ്മളിപ്പോൾ വൈറ്റ് റൈസ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 5-6 മിനിറ്റ്സ് ആവുമ്പോൾ തന്നെ നമ്മൾ സ്റ്റീമൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ എന്താ അവസ്ഥ എന്ന്. ഓക്കെ, നമ്മൾ റൈസിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ റൈസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റീം ചെയ്യാൻ കേട്ടോ. നമുക്ക് ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റീം ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊട്ടാറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഉപ്പും നമുക്ക് എന്തൊക്കെ സ്പൈസസ് ആണോ ഇടേണ്ടത് അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായ ബൗളില്ലേ, ആ ബൗളിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാസ്ക്കറ്റ് ഇതിൻ്റെ മുകളിൽ വെക്കാം. അതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്കിവിടെ സ്റ്റീമിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇതിൽ ഓൾറെഡി 10 മിനിറ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് കുറക്കണമെങ്കിൽ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ നിന്ന് നന്നായിട്ട് സ്റ്റീം പോകുന്നത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളെ പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കിച്ചണിലെ പണി പകുതി തീർന്നിട്ടോ. നമുക്ക് എല്ലാ സംഭവം ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ മിലുമോള് റെഡിയായി കേട്ടാ. ഇത് നമ്മള് വീട്ടിൽ കൂടലിന് മിലുവിന് വാങ്ങിച്ചിട്ടുണ്ടായ ഡ്രസ്സാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അല്ലേ. എല്ലാം എൻ്റെ മോള് പോക്കായില്ലേ. ഉമ്മാമനെ തന്നെ നോക്കിയെന്ന് അല്ലേ. എന്താന്ന് ടെണ്ടടേ എന്താണ്? ആ അമ്മ ലൈറ്റ് ഇടട്ടെ. ഓക്കെ എന്തേ സൂപ്പറായി എന്നിട്ട് സൂപ്പറായി അല്ലേ. നമുക്ക് പോവാ. മോള് മിലുവിനെ മിസ് ചെയ്യോ? മിലു പോയാല് നേരത്തെ പറയുന്നു മിലു പോവണ്ട മിലു പോവണ്ട. മിലു പോന്നെന്ന് വെച്ച് കഴിഞ്ഞാല് മിലുവിന് സൂചി വെക്കണ്ടേ നാളാ, അതുകൊണ്ടാ മിലു പോന്ന്. ഓക്കെ റുദ റെഡിയായി. ഞാൻ റെഡിയായിന്. ഞാൻ ഡ്രസ്സെല്ലാം ഇട്ട് കേട്ടാ. പിന്നെ അതിന് നമ്മളെ ഹിജാബും അങ്ങനെയുള്ള പരിപാടികളില്ലോ നദീർക്കും റെഡി ആവേന്നിട്ടാ. ഹലോ ഒന്നിങ്ങോട്ട് മുടി വാരിയിട്ടില്ല. നസൂർ നമ്മൾ ഒരു വട്ടം മുടി വാരി കൊടുത്തേട്ടാ. എന്നിട്ട് ഇതാള് എല്ലാം അയച്ച്. അതുകൊണ്ട് ഇപ്പൊ ലാസ്റ്റ് ഓക്ക് ഞാൻ എപ്പോ മുടി വാരി കൊടുക്കലിട്ടാ. ഫസ്റ്റില് വാരി കൊടുത്ത ഇതാണ് അവസ്ഥ. അതിന്റെ ഇടയിൽ എന്റെ ലിപ്സ്റ്റിക് കൊടുത്തിട്ട്. അപ്പൊ നമ്മള് പോവാന് ബാഗെല്ലാം റെഡിയായ എല്ലാം റെഡിയായി. ഇതേ ഉള്ളു എല്ലാം അറിയില്ലല്ലോ. മിലു പോക്കായ എന്തിനാ മുത്തു പോന്നേ? ഇത് നിന്നോ ഇപ്പൊ ഇല്ല. വണ്ടീന്ന് വാരി കൊടുക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ കെട്ടിട്ട് വല്ല കാര്യമൊന്നുമില്ല. അന്നെ ഈടാക്കണേ. അന്ന് ഫാത്തിമാനെ ഈടാക്കിട്ടല്ലേ പോയി. അതാ പറയുന്നത്. നമ്മള് നല്ല വിശക്കുന്നതായിട്ട് ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയിട്ടേ കേട്ടോ. നെസുവില് നല്ല ഉറക്കായി. മിലുമോളും നല്ല ഉറക്കാം. കല്ലുമ്മക്കായും ഉള്ളിവടയും ഐറ്റംസ് കുറവല്ലേ. ആ വരുന്നു. ചായ വേണ്ടേ? അപ്പം നമ്മളവിടെ 9 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായത്. റുദൻ്റെ പപ്പ ഇവിടെ റോഡിന് വന്നിട്ടുണ്ടായിന്. ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ആയിട്ടുണ്ടായത്. പാലെടുക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. സമയം എന്തായാലും 9 മണിയായി നമ്മളവിടെ എത്താൻ. പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു 10-10:30 ആയി. അവർ മന്തിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ റുദൻ്റെ അടുത്ത് കോഴിക്കോട് പോയി കഴിഞ്ഞാൽ അവളെ പപ്പ കൊണ്ടുവിടാനും നമ്മളെ കൂട്ടാനൊക്കെ റോഡിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. നമ്മൾ വന്ന് നമ്മളെ കംഫേർട്ട് ആക്കില്ല കേട്ടോ. ആളെ മെയിൻ പരിപാടിയിൽ നമ്മൾ പോകുന്ന സമയത്തായാലും നമ്മൾ എന്താ വണ്ടിയിൽ കയറി അവിടുന്ന് യാത്രയായിന്ന് കണ്ടാലും മാത്രമേ ആളെ റിട്ടേൺ പോവട്ടോ. പിറ്റേന്ന് എനിക്ക് വർക്കും കൂടി ഉണ്ടായതുകൊണ്ട് നമ്മൾ വേഗം വിട്ടു. അപ്പൊ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് കുറേ ലേറ്റ് ആയിന് കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 1 മണിയായിട്ടുണ്ടായി നമ്മൾ എത്താൻ വേണ്ടിയിട്ട് തന്നെ. വരുമ്പോ അങ്ങനെ വലിയ ട്രാഫിക്കും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. മാപ്പ് ഇട്ട സമയത്ത് പറയുന്നേ നമ്മ പോകുമ്പോ ഇത്ര മണിക്കൂർ ഉണ്ടായിരുന്നില്ല, തിരിച്ചു വരുമ്പോ ട്രാഫിക് ഉണ്ടായില്ല. വൈകുന്നേരം പോയ സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കൊറേ സ്ഥലത്ത് നിർത്തിയിട്ടില്ല. പിന്നെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി നമ്മള് അങ്ങനെയല്ലേ. അപ്പൊ പിന്നെന്താ വിശേഷം മസീൻ? പിന്നെന്താ, പിന്നെ വന്ന് കിടന്നിട്ട് ഉറങ്ങി. അതിന്റെ വിശേഷം. നമ്മള് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്നത്. ഫുഡ് കഴിക്കുന്നില്ല നമ്മള് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ കൂടെ നിൽക്കാന്നില്ല. അവിടുന്ന് നമ്മള് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവിടെ കുറെ സമയം നിന്നിട്ടില്ല. കുറെ സമയം നിന്നതിനാല് പിന്നെയും ലേറ്റ് ആവലുണ്ടാവും. ഓൾറെഡി നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിട്ട് തോന്നുന്നു ഉണ്ടായിട്ടില്ല. ഇവിടെ എത്തിയ സമയത്തും ആളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളവിടെ തിരിച്ചു വരാൻ വേണ്ടി പോകുമ്പോ നമ്മളെ ചിരിങ്ങളെ കുറച്ച് കൂടുതലായിരുന്നു. അതന്നെ. ഓള് എടുക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓളെ ഉമ്മാമാന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു എടുക്കെന്ന് പറഞ്ഞിട്ട്.
അപ്പം ഇനി എന്താ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ആള് വരും അല്ലേ ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.